ഹലോ, ഇന്നൊരു ഉണ്ണിയപ്പ കഥയായാലും. നമ്മൾ ഓൾമോസ്റ്റ് ആൾക്കാർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വിഭവം, നമ്മുടെ തന്നെ കേരളത്തിൻ്റെ തന്നെ സ്വന്തം നാടൻ വിഭവം എന്ന് പറയാമല്ലേ ഉണ്ണിയപ്പം. ഇന്ന് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ എടുത്തപ്പോൾ ആക്ച്വലി ആദ്യത്തെ ആ ഒരു പോർഷൻസൊക്കെ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ആ അരിയൊക്കെ പൊടിച്ചു ഈ പഴമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇതിലേക്ക് നമ്മൾ ശർക്കര പാനിയാണല്ലോ ആഡ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ശർക്കര ഓൾറെഡി പാനിയാക്കി വെച്ചിട്ടുണ്ട്. ബട്ട് അത് ചൂടാറാൻ വേണ്ടിയിട്ട് നേരെ ഒരു ബൗളിൽ ഒരു വെള്ളത്തിലും പിന്നെ ഫാനിൻ്റെ താഴെത്തുമാണ് ഇത് ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ ചൂടാറി നേരെ ശർക്കര പാനിയൊക്കെ ആഡ് ചെയ്ത് അത് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കുവാണ്. അപ്പോൾ അധികം ഒരു നല്ല രീതിയിൽ കട്ടിയായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു തിക്ക് പേസ്റ്റ് മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ശർക്കര ആഡ് ചെയ്തു. എനിക്ക് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ടൈമിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ണിയപ്പം കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നുന്നത് ഇതിലെ ഈ ഒരു ബാറ്റർ ഉണ്ടല്ലോ, ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ തയ്യാറാക്കി വെച്ചിട്ട് അത് കഴിക്കാനാണ്. അപ്പോൾ കുറച്ചും കൂടി മധുരം വേണമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് വീണ്ടും ശർക്കര പാനി ആഡ് ചെയ്തു. കറക്റ്റ് രീതിയിൽ നല്ല കറക്റ്റ് മധുരത്തിന് എടുത്തിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, നമ്മൾ ഓൾമോസ്റ്റ് ആൾക്കാർക്കും കുട്ടിക്കാലം മുതലേ തന്നെ ഉണ്ണിയപ്പവും നെയ്യപ്പവും ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിനടുത്ത് പോയിട്ട് അത് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ ആ ഒരു ബാറ്റർ കഴിക്കാനായിരിക്കും കൂടുതൽ താല്പര്യം. അങ്ങനെ ഉണ്ണിയപ്പം റെഡിയാക്കാനായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഓയിലൊക്കെ ആഡ് ചെയ്തിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുവാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു ഒറിജിൻ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കി, ഒരുപാട് അന്വേഷിച്ചു. ബട്ട് അത് അധികം ആർക്കും അറിയത്തില്ല. ഞാൻ സെർച്ച് ചെയ്തിട്ടും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒറിജിൻ അല്ലെങ്കിൽ അതിൻ്റെ ഉത്ഭവം എവിടെയാണ് എങ്ങനെയാണെന്ന് അധികം ആർക്കും അറിയത്തില്ല. ബട്ട് നമ്മുടെ കേരളത്തിൻ്റെ തനതായിട്ടുള്ളൊരു വിഭവം അല്ലെങ്കിൽ ഒരു ഭക്ഷണമാണ് ഉണ്ണിയപ്പം എന്ന് പറയുന്നത്. എല്ലാ റിലീജിയസ് ആകട്ടെ അല്ലെങ്കിൽ കൾച്ചറലായിട്ടാകട്ടെ എല്ലാ ഓരോ ഫെസ്റ്റിലും നമ്മൾ ഈ ഉണ്ണിയപ്പം യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് വർഷങ്ങളിങ്ങനെ കഴിഞ്ഞ് വരുംതോറും അതിൻ്റെ റെസിപ്പീസിലും കാര്യമായ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാകാം. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് വീഡിയോ എടുത്തപ്പോഴും ഉണ്ടാക്കിയപ്പോഴും ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ പോലും എനിക്കിത് നല്ല രീതിയിൽ കൊതിയായിട്ട് വരുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ഒരു ഈവനിങ് ടൈമിലൊക്കെ നമ്മൾ ഉണ്ണിയപ്പം അതിനോടൊപ്പം തന്നെ നല്ല കടുപ്പത്തിനുള്ള ഒരു പാൽച്ചായയും കൂടി ആണെങ്കിൽ അടിപൊളി കോമ്പിനേഷനാണ്. നോർമലി ചായ കുടിക്കാത്തവരും അധികം ഓയിലി ഫുഡ്സ് കഴിക്കാത്തവരും ഇതെന്തായാലും ഈ ഒരു കോമ്പിനേഷൻ കിട്ടിയാൽ ഉറപ്പായിട്ടും കഴിക്കുന്നതായിരിക്കും. ഉണ്ണിയപ്പം ഇങ്ങനെ ഉണ്ടാക്കി റെഡിയായി വരുംതോറും വീണ്ടും വീണ്ടും അതിൽ നിന്ന് ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുവാണ്. എനിക്ക് നല്ല രീതിയിൽ കൊതിയായതുകൊണ്ട് തന്നെ ഞാൻ എക്സ്ട്രാ കുറച്ചും കൂടി ബാറ്റർ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് എനിക്കിങ്ങനെ ഇത് ഉണ്ടാക്കുന്ന ടൈമിൽ എടുത്ത് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ബെറ്റർ ഒരിടത്ത് പോയി നിന്ന് നല്ല രീതിയിൽ ആസ്വദിച്ച് സ്വസ്ഥമായിട്ട് റിലാക്സ് ചെയ്ത് കഴിക്കാനാണ്. അങ്ങനെ എനിക്ക് ഉള്ള പോർഷൻ ഉണ്ണിയപ്പം ഞാൻ എടുത്തിട്ട് നേരെ ചായ എടുത്തിട്ട് അത് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ടേസ്റ്റ് പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ആദ്യത്തെ ആ ഒരു ചെറിയൊരു ചൂടും പിന്നെ ചായയുടെ ഒരു ചൂടും പിന്നെ അതിൻ്റെ ഒരു ക്രഞ്ചിനെസ് ഉണ്ട്. പുറമെ നല്ല ക്രഞ്ചി ആയിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല ചൂടോട് കൂടിയുള്ള ഒരു ക്രഞ്ചിനെസ് ഉണ്ടല്ലോ, അതും പിന്നെ അകത്ത് നല്ല സോഫ്റ്റ് ആയിരുന്നു ഉണ്ണിയപ്പത്തിൻ്റെ. ആ ഒരു ടേസ്റ്റൊക്കെ വെച്ചിട്ട് അടിപൊളിയായിരുന്നു. പിന്നെ എൻ്റെ ഒരു പ്രത്യേകതയാണ്, ഞാൻ ചായയിൽ എന്ത് കിട്ടിയാലും ഡിപ്പ് ചെയ്തേ കഴിക്കത്തുള്ളൂ. ഉണ്ണിയപ്പവും അങ്ങനെ കഴിച്ചപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നല്ല ക്രഞ്ചി ആൻഡ് സ്മൂത്തി ആൻഡ് സ്വീറ്റി ആയിട്ടുള്ളൊരു ട്രഡീഷണൽ ഡിഷ്. ആൻഡ് നമ്മൾ എത്ര ഡയറ്റൊക്കെ ആണെങ്കിലും ഉണ്ണിയപ്പമൊക്കെ കാണുമ്പോൾ കുറേയൊക്കെ കൺട്രോൾ ചെയ്യുമെങ്കിലും ചില ദിവസങ്ങളിൽ ആ ഡയറ്റ് അങ്ങ് വിട്ടുപോകാറുണ്ടല്ലേ. അപ്പോൾ ബൈ.